എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ചില സഹോദരങ്ങൾ സംസാരിച്ചതിൽ നിന്ന് ലഭിച്ച ചില ഒരു ചിന്തയാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ വന്ന ചിന്ത, നമ്മൾ എന്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെ എന്തുകൊണ്ട് ചില ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു, ചിലയിടത്തൊക്കെ പോകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില ഭൗമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളൊരു ചർച്ച ഇങ്ങനെ ചില സഹോദരങ്ങളോട് വന്ന് സംസാരിച്ചപ്പോൾ വരികയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു ഭൗമിക വശവും ഒരു ആത്മീയ വശവും എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മാത്രം ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പല തലങ്ങളുണ്ടാവും, അതൊന്നും എനിക്കത്ര എല്ലാം അറിയില്ല. എന്നാൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പെട്ടെന്ന് സംസാരിച്ച് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മനസ്സിൽ അതോടൊപ്പം വന്ന ഒരു കാര്യം, കേരളത്തിലൊക്കെ അനേക ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഡോക്ടർ സുനിൽ ടീച്ചറിനെ എല്ലാവർക്കും പരിചയമുണ്ട്. ടീച്ചർ ഒരിക്കൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുകയുണ്ടായി. ഒരു നേഴ്സിംഗ് സംഘടനയാണെന്ന് തോന്നുന്നു, അവർ ടീച്ചറിനെ ഉത്തരവാദിത്തപ്പെടുത്തി ഞങ്ങളൊരു 3 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് അതൊക്കെ അവർ യോഗ്യരാണോ, അല്ലാതെ അതൊന്ന് നടത്തി കൊടുക്കണം. അവർ യോഗ്യരാണോ നോക്കാനല്ല, അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം, വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് വിശ്വസ്തമായിട്ട് ടീച്ചറിനെ ഏൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ടീച്ചർ എന്നാലും സ്വന്തമായിട്ട് ഇവരെ ഒന്ന് പോയി കാണാമെന്നൊക്കെ കരുതി പോയി നോക്കിയപ്പോൾ പലർക്കും ഒരേക്കറിനടുത്ത് സ്ഥലമുള്ളവരും അതിൽ ഒരാളൊരു BSc നേഴ്സും ഒക്കെയാണ് ഈ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ആള്. BSc നേഴ്സ് ജോലിക്ക് പോകാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഡോക്ടർ സുനിൽ അന്വേഷിച്ചപ്പോൾ ഈ 3 കുടുംബങ്ങളും യോഗ്യരല്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ നഴ്സിംഗ് ജോലിയൊന്നും അത്ര നല്ല ജോലി മീൻസ് അത്ര സുഖകരമായിട്ടുള്ള ജോലിയൊന്നുമല്ല. ഈ പാവങ്ങൾ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് മിച്ചം വെച്ച് സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അത് യഥാർത്ഥത്തിൽ അവർ തിരഞ്ഞെടുത്ത 100 പേരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഈ 3 പേര്, ആ 3 പേരും ശരിക്കും യോഗ്യരായിട്ടുള്ള ആൾക്കാരല്ല എന്ന് ഡോക്ടർ സുനിൽ കണ്ടെത്തുകയും പിന്നെ ആ സഹായം വേറെ ആൾക്കാർക്ക് ചെയ്യുന്നതായിട്ടൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ള അനവധിയായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. സഹായം സ്വീകരിക്കാൻ എല്ലാവർക്കും സന്തോഷമാണ്. ആര് സഹായം കൊടുത്താലും സ്വീകരിക്കാൻ റെഡിയായിട്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുപോലെ തന്നെ എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ളൊരു ആളെ എനിക്കും അറിയാം. അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുണ്ട്. എനിക്ക് നാട്ടിൽ പരിചയമുള്ളൊരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കൊടുത്താൽ അദ്ദേഹം വാങ്ങിക്കത്തില്ല. വേണ്ട, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് ആവശ്യമുള്ളതുണ്ട്, വേണ്ട എന്ന് പറഞ്ഞ് സ്നേഹത്തോട് നിരസിക്കും. അതുകൊണ്ടൊക്കെ നമ്മുടെ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ അദ്ദേഹവും വന്ന് നമ്മുടെ വിരുന്ന് സൽക്കാരത്തിലൊക്കെ പങ്കെടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ അദ്ദേഹം വരത്തില്ല, അതിനും വരത്തില്ല. പിന്നെ ആ സമൂഹത്തിലുള്ളവരെല്ലാം കൂടി ഇദ്ദേഹത്തിന് വീടൊന്നുമില്ല, കിടക്കുന്നതൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, എനിക്ക് വീടൊന്നും വേണ്ട, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മതി, ഇങ്ങനെ തന്നെ എൻ്റെ ജീവിതം അങ്ങ് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിയുന്നത്. കാരണം അങ്ങനെ സഹായം സ്നേഹത്തോട് നിരസിക്കുന്ന ആൾക്കാരും നമ്മുടെ ചുറ്റിലും വളരെ ചുരുക്കമായിട്ട് ഉണ്ട് എന്ന് ഞാൻ പറയുകയായിരുന്നു. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ കാലത്തും ശിഷ്യന്മാരുടെ കാലത്തും ഒക്കെ യേശുക്രിസ്തു അങ്ങോട്ട് സഹായം ഓഫർ ചെയ്തുകൊണ്ട് അങ്ങോട്ട് പലരുടെ അടുത്തോട്ട് ചെന്നതായിട്ട് നമുക്ക് സുവിശേഷങ്ങളിലെങ്ങും കാണുവാൻ കഴിയത്തില്ല. കർത്താവിനെ അന്വേഷിച്ച് കർത്താവ് പോയിടത്തൊക്കെ ആൾക്കാർ പുറകെ നടന്ന് കർത്താവിൻ്റെ സഹായം അന്വേഷിക്കുമായിരുന്നു. അല്ലെ കർത്താവ് നടക്കുന്നിടത്തെങ്കിലും കർത്താവിൻ്റെ ഒരു ദർശനം, അല്ലെ കർത്താവിൻ്റെ ഒരു തുണിയെങ്കിലും തൊട്ട് ഒരു സൗഖ്യം പ്രാപിക്കാമെന്ന് കരുതി അനേകര് കർത്താവിനെ പിന്തുടരുന്നതായിട്ടാണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 5 തുടക്കഭാഗം മുതൽ ഇങ്ങനെ ബെഥേസ്ദയിൽ എന്ന കുളത്തിൽ അവിടെ 38 വർഷം സൗഖ്യമില്ലാതെ കിടന്ന രോഗിയോട് കർത്താവ് 38 വർഷമായിട്ട് കിടക്കുന്നവനായെന്നൊക്കെ കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവ് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന സീൻ നമുക്ക് അവിടെ കാണാം. അതുപോലൊക്കെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലും പത്രോസും യോഹന്നാനും നടക്കുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ടുള്ള ആള് സുന്ദരം എന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിൽ ഇരുന്ന ആള് തന്നോട് യാചിക്കുന്നതായിട്ട് നമുക്ക് കാണും. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, നിന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എണ്ണീറ്റ് നടക്ക എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇത് 2 കാരണവും പറഞ്ഞത്, കർത്താവിനെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ അന്വേഷിക്കുന്നവർക്ക് മാത്രമാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിലും
കർത്താവ് നന്മകളും സൗഖ്യവും അന്നും ഇന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇതിനെയൊക്കെ റിബല്ലിയസ് ആയിട്ട് കാണുന്നവരെ, തിരസ്കരിക്കുന്നവരെ, നിന്ദിക്കുന്നവരെ, പരിഹസിക്കുന്നവർക്ക് അവർക്കൊന്നും കർത്താവ് സൗഖ്യവും നന്മയോ ഒന്നും ഓഫർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടൊക്കെ തന്നെ നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതൊക്കെ പലരും ചർച്ച ചെയ്ത വിഷയമാണ്. നമ്മൾ അനവധിയായിട്ടുള്ള ആത്മീയ ശുശ്രൂഷകളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ നടക്കുമ്പോൾ അനേകരെ ആക്രമിക്കുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും അല്ലെങ്കിൽ മരിക്കുന്ന അവസ്ഥ, രക്തസാക്ഷികളാവുന്ന അവസ്ഥകൾ തന്നെ പലപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ അത് അപകടമായിട്ടൊക്കെ പെട്ടെന്ന് സംഭവിക്കാം. മീൻസ് അങ്ങനെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നവരെ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്നാൽ ചിലയിടത്തൊക്കെ നമ്മളെ സ്വീകരിക്കാത്തവരെ നമുക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിനെ നേരിട്ട് നമുക്ക് ഉപദേശം നൽകുന്നുണ്ട്. മത്തായിയുടെ 10:14, മർക്കോസ് 6:11, ലൂക്കോസ് 9:5 കർത്താവായ യേശുക്രിസ്തു ഇത് പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നുണ്ട്. 14-ാം വാക്യത്തിൽ മത്തായിയുടെ സുവിശേഷം 10:14 ഇങ്ങനെ കാണുന്നുണ്ട്: ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോമരുടെയും ഗോമോരുടെയും ദേശത്തിന് സഹിക്കാതാവും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ അവർ നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒഴിവാക്കുകയും അല്ലെങ്കിൽ റിബല്ലിയസായിട്ട് നിൽക്കുന്നവരെ ഒന്നും നമ്മൾ അധിക ഭാരത്തോടെ അവിടെ നിന്ന് അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ചില ഭൗമികമായിട്ടുള്ള ടെക്നിക്കൽ പ്രൊഫഷണൽ കാര്യങ്ങളൊന്നും ചെയ്ത് നിങ്ങളുടെ ശുശ്രൂഷ അവിടെ ഫലവത്താക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടയോ ആവശ്യമില്ല. നിങ്ങളെ വചനം പറയുക, അത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് എത്ര പ്രാവശ്യമാണ് വചനത്തിൽ ആവർത്തിച്ച് പറയുന്നത്. കർത്താവ് പറയാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം വിളിച്ചവരെ വേർതിരിക്കുന്ന, മുന്നറിഞ്ഞവരെയും വിളിച്ചവരെയും അതൊക്കെ കർത്താവ് അറിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് മുന്നറിഞ്ഞവരെയൊക്കെ കർത്താവ് വിളിച്ച് വേർതിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്കത് നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേറൊരു വശം കൊണ്ടുള്ളത്, നമ്മൾ ഭൗമികമായിട്ടൊക്കെ നമ്മൾ പലരെ സഹായിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ടും നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഒക്കെ നമ്മൾ പലരെയും സഹായിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. എന്നാൽ നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞതിനോട് പല രീതിയിലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും വളരെ സന്തോഷമായിരിക്കും, നമ്മളോട് സ്നേഹമായിരിക്കും, നമ്മളോട് ബഹുമാനമായിരിക്കും. എന്നാൽ ഈ സഹായമൊക്കെ ചിലപ്പോൾ നിന്നു പോകണ്ട, ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ സഹായം നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മളോട് മുഷിലാവും, നമ്മളോട് പിടക്കമാവും. പിന്നെ ഈ സഹായം നിൽക്കുന്നുണ്ട് നമ്മളെപ്പറ്റി പരദൂഷണം വരെ പറഞ്ഞ് ഈ അനേക വർഷങ്ങൾ നമ്മളിൽ നന്മ പ്രാപിച്ചവരൊക്കെ നമുക്കെതിരായിട്ട് തിരിയുന്നതൊക്കെ പല അനുഭവങ്ങളും എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവരൊക്കെ നമുക്ക് പിന്നെ ശത്രുക്കളെ പോലെ നമ്മളെ കാണുകയും നമുക്കെതിരെ പ്രചരണം അഴിച്ചുവിടുകയും ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാവണം നമ്മുടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. പിന്നെയും ഈ ആൾക്കാരൊക്കെ പിന്നെയും അവരുടെ ജീവിതത്തിൽ പല തകർച്ചയും പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ട്. ചിലപ്പം നമ്മൾ ചെയ്തത് പോലൊക്കെയുള്ള നമ്മൾ ചെയ്ത അതേ മനോഭാവത്തിൽ സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒന്നും ചിലപ്പം ആ സമയത്ത് ചുറ്റുപാടും കാണത്തില്ല. അപ്പോൾ നമ്മളവരെ ശ്രദ്ധിക്കണം. ഇവർ വീണ്ടും നമ്മളെ അന്വേഷിച്ച് വരും, നമ്മൾ ശ്രദ്ധിക്കണം. ഇവർക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അതോ പഴയ സ്വഭാവം തന്നെയാണോ ഇപ്പോഴും ഇവരിൽ ഉള്ളത്? ഇവർക്ക് യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം വന്നിട്ടുണ്ടോ? ഇവർ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ പിന്നെയും പോയി ഇങ്ങനെയുള്ളിടത്ത് പോയി തലവെച്ച് കൊടുക്കാൻ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചിലരെയൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കും. ചിലപ്പം 2000, 3000, 5000 രൂപയൊക്കെ കൂടുതൽ ഒരാളെ സഹായിക്കും. നമുക്ക് അപ്പം തന്നെ അത് മറന്നു കളയാം. അതിന് നമുക്ക് വലിയ ബേർഡനൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും ചില കാര്യങ്ങളിലൊക്കെ നമ്മുടെ സഹോദരങ്ങളെ പോലെ നമുക്ക് ചെയ്യുന്നതിൻ്റെ ചില കാര്യങ്ങൾ സങ്കീർത്തനത്തിൽ പറയുന്നതിനോട് അവരുടെ വേദന കണ്ട് കരഞ്ഞ് അവരോടൊപ്പമായിരിക്കുന്ന ചില അവസ്ഥകളൊക്കെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ അവര് അവസാനം ഒരു നന്ദി പോലും കാണിക്കാത്ത അവസ്ഥയിൽ അതുമാത്രം ഉണ്ടായെന്ന് മാത്രമല്ല, നന്ദികേടും കാണിച്ച് ശാപത്തിൻ്റെ വാക്കുകൾ പോലും പറഞ്ഞിട്ട് പോകുന്ന അനുഭവം എനിക്കുണ്ട്. പലതുണ്ട്. ഇതൊന്നും കൂടുതൽ പറയാൻ കഴിയില്ല, കാരണം അത് പലർക്കും അങ്ങനെ ഒന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെ വിടുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതൊരു വെളിച്ചം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതേസമയം നമ്മുടെ സഹായം ആവശ്യമുള്ള ചില അവസ്ഥകളുണ്ട്. ഞാൻ പണ്ടൊരു ഗാന സഹോദരൻ്റെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അത് അങ്ങനെയുള്ള ആരും സഹായിക്കാനില്ലാതെ, ഒരു വാക്ക് പറയാനില്ലാതെ, ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ ആളില്ലാതെ അങ്ങനെ അവസ്ഥയുള്ള അനേകരുണ്ട്. അവിടെ നമ്മളെ
നമുക്ക് ആവശ്യമുണ്ടാവും. പല വിഷയങ്ങളിലും എനിക്കും എൻ്റെ വൈഫിനും ഒക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ ദൈവം അവസരം ഒരുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ സഹായം തീർച്ചയായിട്ടും എത്തിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. അങ്ങനെയുള്ളിടത്ത് ചിലപ്പം നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ സാന്നിധ്യത്തിനും ഒക്കെ അവർ വലിയ വിലയായിരിക്കും അവർ നൽകുന്നത്. അതുപോലൊക്കെ തന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങളും വാക്കുകളും പ്രബോധനങ്ങളും ഒക്കെയും ഒരു വിലയും കൽപ്പിക്കാത്ത ആൾക്കാരും സഭാ കൂട്ടങ്ങളും കൂട്ടായ്മകളും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നിർബന്ധിച്ച് താല്പര്യപ്പെട്ടു പോയി എനിക്കൊരു ശുശ്രൂഷ തരണേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വചന ശുശ്രൂഷ ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചു കയറി ഒരിടത്ത് ഒരു ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ശുശ്രൂഷകൾ ആവശ്യമുള്ള ഓപ്പണിങ്സ് അല്ലെ അവസരങ്ങൾ വലിയവരായ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരിക്കൽ ഞാനൊരു സഭയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഞാനവിടെ ചെല്ലുന്നത് എന്നുള്ളത് ഒരാഴ്ച മുമ്പേ അവിടുത്തെ എൽഡേഴ്സ് എന്നോ പാസ്റ്റേഴ്സ് എന്നോ ഉള്ളവർക്ക് സെക്രട്ടറിക്കൊക്കെ അറിയാം. അവരാരും അപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ച് വചന ശുശ്രൂഷ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാനും സന്തോഷം, എനിക്ക് ഈ വചന ശുശ്രൂഷ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒരുപോടൊക്കെ തന്നെ ഒരു രീതിയിൽ പറഞ്ഞ സന്തോഷമാണ്. എന്നാൽ കർത്താവിനെ ഉയർത്തുവാനും ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പകരുന്ന ചില ചിന്തകൾ പകരുവാനും ലഭിക്കുന്ന അവസരം എനിക്ക് സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് മെസ്സേജൊക്കെ ചെയ്യുന്നത്. ഈ യൂട്യൂബ് മെസ്സേജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തിക ലാഭമോ മേന്മയോ ബഹുമാനം കൂടുന്നൊന്നുമില്ല. മറിച്ച് നമ്മളോട് ആൾക്കാർക്ക് പിണക്കോ മുഷിച്ചിലും അല്ലെങ്കിൽ നമ്മളോട് ശത്രു നമുക്ക് അറിയാൻ പോലും പാടില്ലാത്തവർ വന്ന് നമ്മളെ ചിലപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ മോശമായിട്ട് മെസ്സേജ് കമൻ്റ് ഇടുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സഹിച്ചാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം ചെയ്യുന്നത് ഇത് 100 പേര് കേട്ടാൽ 5 പേർക്കെങ്കിലും ഇത് ഉപയോഗം ചിലപ്പം വരും എന്നുള്ള ഒരേ ഒരു ആത്മീയമായിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ്. നമുക്ക് ആരോഗ്യവും സംസാരിക്കാൻ ശബ്ദവും ഒക്കെ ഉള്ളപ്പോഴല്ല ഇതെല്ലാം പറയാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ല. ഇത് കൂടുതൽ എന്തെങ്കിലും ചെയ്ത് ഇതിൽ നിന്ന് എന്തെങ്കിലും മേന്മയോ പ്രശസ്തിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സഭയുടെ കാര്യം പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് അവർ പറഞ്ഞില്ലെങ്കിലും അവസാനം ഈ അറിയിപ്പുകളൊക്കെ പറയുന്ന സമയത്ത് ഈ സെക്രട്ടറി അദ്ദേഹം മൈക്കില്ലാതാ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വചന ശുശ്രൂഷയ്ക്ക് എൻ്റെ പേരാണ് പറഞ്ഞത്. ഞാൻ ശരിക്കും കേട്ടുമില്ല, കാരണം മൈക്കില്ലാതെ പറയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നതും കേട്ടില്ല. അപ്പം വചന ശുശ്രൂഷയ്ക്ക് ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷ ഞാൻ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ മുഖമൊക്കെ കാണിച്ചു. അപ്പോൾ ഞാൻ തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോയി വചന ശുശ്രൂഷ ചെയ്തു. ഞാൻ പറഞ്ഞത് നമുക്കിത് ചെയ്യാതിരുന്നാൽ അത്രയും ശിക്ഷാവധിയെ നമുക്ക് കുറവുള്ളൂ. കാരണം ഈ പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ഈ പറയുന്നവർ ബാധ്യസ്ഥരാണ്. നിങ്ങൾ കേൾക്കുന്നവരൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ ദൈവം നിങ്ങളെ കുറ്റം വിധിക്കുന്നത് അത് വേറെ വിഷയം. പക്ഷെ പറയുന്നവൻ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ കേട്ടോ അതിൻ്റെ ശിക്ഷ വേറെയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ ഭയമാണ്. കാരണം യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്താണ്, നിങ്ങൾ അധികം ഉപദേഷ്ടകന്മാർ ഉണ്ടാവാൻ പാടില്ല, കാരണം അത് കൂടുതൽ ശിക്ഷാവിധിക്ക് കാരണമായി തീരും. അതുപോലൊക്കെ 1 പത്രോസ് 4:10-11 വാക്യങ്ങൾ മനോഹരമായിട്ടുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ അരുളപ്പാട് വേണം നമ്മൾ പറയുവാൻ, കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ചിട്ട് വേണം പറയാൻ. അതുകൊണ്ട് ആ രീതിയിലുള്ള ചിന്ത എന്നെ എപ്പോഴും ഭരിക്കുന്നത് കൊണ്ട് എനിക്ക് അധികം ആത്മീയ ശുശ്രൂഷകളൊന്നും ചാടിക്കയറി ചെയ്യുവാൻ എനിക്ക് അങ്ങനെ വലിയ താല്പര്യവും പ്രേരണയൊന്നുമില്ല. പക്ഷേ കർത്താവ് തരുന്ന അവസരങ്ങൾ ചെയ്യുവാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് കർത്താവ് അനേക അവസരങ്ങൾ എൻ്റെ പ്രാപ്തിക്കും എൻ്റെ കഴിഞ്ഞ കാല ഗുണം നോക്കാതെയും കർത്താവ് എനിക്ക് അനേക ശുശ്രൂഷകളും ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ കർത്താവ് തന്നിട്ടുണ്ട്. അതൊക്കെ എളിയ രീതിയിൽ ഞാൻ ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. അതുപോലൊക്കെ തന്നെ ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു ചെറിയ ബൈബിൾ സ്റ്റഡി മലയാളത്തിൽ ശനിയാഴ്ചയുണ്ട്. അതുപോലൊക്കെ വെള്ളിയാഴ്ച വൈകുന്നേരം ഇംഗ്ലീഷിൽ ബൈബിൾ സ്റ്റഡി ഉണ്ട്. ഞാൻ പറഞ്ഞ ഇങ്ങനെ പ്ലാറ്റ്ഫോം നമുക്ക് ഓപ്പണായിട്ട് ഗ്രൂപ്പ് ബൈബിൾ സ്റ്റഡിയാണ്. വരുന്നവർക്ക് ആത്മപ്രേരിതമായിട്ടുള്ളവർക്കൊക്കെ അതിൽ സംസാരിക്കാൻ അവസരമുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള അനേക ഓപ്പർച്യൂണിറ്റീസ് ദൈവം നമ്മളിലൂടെയും മറ്റുള്ളവർക്ക് വേണ്ടിയും അനേക ശുശ്രൂഷകൾ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഈവൻ നമ്മൾ ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്നവർ മാത്രമല്ല, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ബൈബിൾ സ്റ്റഡി പോലും, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾ വേർതിരിക്കുന്ന സമയം തന്നെ അതൊക്കെ ഗുണമുള്ളതാണോ, നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രേരണ, വചനം, വെളിച്ചം, റെവലേഷനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചില വചന ശുശ്രൂഷകൾ സഭകളിലൊക്കെ ഇങ്ങനെ വർഷങ്ങൾ അറ്റൻഡ് ചെയ്താലും നമ്മുടെ മനസ്സിനെ തൊടുന്ന നമ്മുടെ ആത്മാവിനെ തൊടുന്ന ഒരു മെസ്സേജും കേൾക്കാറില്ല എന്നുള്ള
എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. ഞാൻ അതിൻ്റെ ഒരു 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 എന്താ ഒരു പിന്നെ ഡിസൈൻമെന്റ് ഓഫ് സ്പിരിറ്റ് എന്നുള്ള ഒരു പിന്നെ എന്തോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസോടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഞാൻ വേറൊരാളെ വിധിച്ച് പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല. വളരെ ഒരു ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസിൽ തന്നെ ഞാൻ ഈ വാക്ക് പറയുന്നത്. അനേക ശുശ്രൂഷകൾ നമ്മൾ പതിറ്റാണ്ടുകളായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രം കേട്ടു പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ബൈബിൾ സ്റ്റഡി പോലും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെലവഴിക്കുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് മെച്ചമില്ലെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ആൻ ഓൾട്ടർനേറ്റീവ്. നിങ്ങൾ സഭ മാറണമെന്നല്ല പറയാം, നിങ്ങൾ വചനം പഠിക്കുവാൻ ചില അവസരങ്ങൾ നിങ്ങൾ വേർതിരിക്കേണ്ടതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 വശങ്ങൾ, നമ്മൾ ഭൗമികമായിട്ട് സാമ്പത്തികമായിട്ട് നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഭൗമികമായിട്ട് ആരെ സഹായിക്കുന്നതും അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ ചില ശുശ്രൂഷകൾ ചെയ്യുന്നതും ശുശ്രൂഷകൾ അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ ശരിക്കും അത് ഗുണഭോക്താക്കൾക്ക് വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ നമുക്കത് ഗുണമായി തീരുന്നുണ്ടോ ആത്മീയ ശുശ്രൂഷകൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ ഈ 2 വശങ്ങളും ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ശ്രദ്ധയോടെ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ഇടയാകട്ടെ. വലിയനായ ദൈവം ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഉണർവിനും നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീർക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. വിമർശിക്കുകയും ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വലിയവനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.